بسم الله الرحمن الرحيم സൂഫിസം ദൈവസ്നേഹത്തിൻ്റെ വഴിയാണ്. ഇതിൽ വലിയൊരു പ്രാധാന്യം അള്ളാഹുവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തുമാണെന്ന തിരിച്ചറിവാണ്. സൂഫികൾ സൃഷ്ടിയിലുടനീളം അള്ളാഹുവിൻ്റെ മഹത്വം കാണുന്നു. അതിനാൽ എല്ലാത്തിലും അവൻ്റെ അടയാളങ്ങൾ തേടുന്നു. ചില പോയിന്റുകളായി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, വഹദത്തുൽ വുജൂദ്, എല്ലായിടത്തും അള്ളാഹുവിൻ്റെ പ്രതിഫലനം. സൂഫിസത്തിൽ വഹദത്തുൽ വുജൂദ് എന്ന ആശയം വളരെ സുപ്രധാനമാണ്. ഈ സിദ്ധാന്തപ്രകാരം അള്ളാഹു മാത്രമാണ് യഥാർത്ഥ അസ്തിത്വം, മറ്റെല്ലാം അവൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. സൃഷ്ടിയിലെ ദൃഷ്ടി മാറ്റിയാൽ എല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവുകളായി കാണാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ മുഖം തിരിക്കുന്നിടത്തെല്ലാം അള്ളാഹുവിൻ്റെ മുഖമുണ്ട്. വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നാം മനുഷ്യൻ്റെ കണ്ടനാടിയേക്കാൾ അവനിലേക്ക് അടുത്താണ്. ഇവയെ സൂഫികൾ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും പ്രത്യക്ഷമാണെന്നും അത് തിരിച്ചറിയാൻ ഹൃദയശുദ്ധി ആവശ്യമാണെന്നും പറയുന്നു. 2, പ്രകൃതിയിലും സൃഷ്ടികളിലും അള്ളാഹുവിൻ്റെ സാന്നിധ്യം. സൂഫികൾക്ക് പ്രകൃതിയിലെ ഓരോ ഘടകവും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവുകളാണ്. ചന്ദ്രനും സൂര്യനും അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ പ്രതിഫലനമാണ്. കാറ്റിൻ്റെ ഓളത്തിലും സമുദ്രത്തിൻ്റെ തിരകളിലും അവൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാം. മഴത്തുള്ളികളിൽ അവൻ്റെ മഹത്വം കാണാം. പ്രസിദ്ധ സൂഫി അബൂ യസീദ് ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ എൻ്റെ വിരലുകൾക്കിടയിൽ പോലും അള്ളാഹുവിൻ്റെ വെളിച്ചം കണ്ടു. 3, ഹഖീഖത്ത്, സത്യത്തിൻ്റെ ആന്തരിക ദർശനം. സൂഫികൾ ദിക്റിലൂടെ അള്ളാഹുവിൻ്റെ ഓർമ്മ തുടർക്കഥയാക്കുന്നു. അതിനാൽ അവർക്ക് ലോകം ഒരു ദൈവപരമായ പ്രതിഫലനം മാത്രമായി തോന്നുന്നു. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഫക്കറു ഫീ ഖൽഖില്ലാഹി വലാ തഫക്കറു ഫീ ദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെപ്പറ്റി ആലോചിക്കുക, പക്ഷേ അവൻ്റെ സ്വത്വത്തെക്കുറിച്ച് ആലോചിക്കരുത്. ഇത് സൂചിപ്പിക്കുന്നത് സൃഷ്ടികളുടെ മാധുര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വം അറിയാൻ തുടങ്ങുമെന്നാണ്. 4, സൂഫികൾക്ക് ആത്മീയ യാത്ര 4 ഘട്ടങ്ങളിലൂടെയാണ്. 1, ശരീഅത്ത്, ഇസ്ലാമിൻ്റെ ഭൗതിക ചട്ടങ്ങൾ പാലിക്കൽ. 2, ത്വരീഖത്ത്, ആത്മീയ പരിശീലനം. 3, ഹഖീഖത്ത്. 4, മഅരിഫത്ത്, അള്ളാഹുവിൻ്റെ യഥാർത്ഥ പരിജ്ഞാനം. ഒരു വ്യക്തി ശരിയായ ഹൃദയശുദ്ധിയോടെ ലോകത്ത് നോക്കിയാൽ എല്ലായിടത്തും അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെയാണ് കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.